SDPI Zindabad. SDPI Zindabad. പ്രതിഷേധം പ്രതിഷേധം SDPIയുടെ പ്രതിഷേധം SDPIയുടെ പ്രതിഷേധം സാമ്രാജ്യത്വ തുലയട്ടെ തുലയട്ടെ ഇസ്രായേലിൻ തെമ്മാടി രാഷ്ട്രം തുലയട്ടെ ഇസ്രായേലിൻ തെമ്മാടി രാഷ്ട്രം തുലയട്ടെ ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധം SDPIയുടെ പ്രതിഷേധം ഭീകരരാഷ്ട്രം ഇസ്രായേലിന് ഇന്ത്യൻ ജനതയ്ക്കാവില്ല ഇന്ത്യൻ ജനതയ്ക്കാവില്ല ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് SDPI സിന്ദാബാദ് SDPI ഒപ്പം നിൽക്കും ക്രൂരന്മാർ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരളാപുരം ബ്രാഞ്ച് പ്രസിഡന്റ് നൗഷാദ്, മറ്റ് നേതാക്കന്മാരായ താജുദ്ദീൻ, ഷഫീഖ്, പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇസ്രായേൽ സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ രാജ്യവ്യാപകമായി നടത്തി വരുന്ന യുദ്ധം മനുഷ്യനെ നാശത്തിലേക്കും രാഷ്ട്രത്തെ നാശത്തിലേക്കും കൊണ്ടെത്തിക്കും എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നും ലോകത്ത് സമാധാനം പുലരണം എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു തെമ്മാടി രാഷ്ട്രം ലോകത്തെ കീഴിലാക്കുവാൻ, ലോകത്തെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ശനിയാഴ്ച, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച യാതൊരുവിധമായ പ്രകോപനവുമില്ലാതെ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെതിരെ യാതൊരുവിധമായ പ്രകോപനവുമില്ലാതെ അവിടെ ബോംബ് വർഷിക്കുകയായിരുന്നു ചെയ്തത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത്, ചില ഗ്രാമപ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടൊക്കെ തന്നെ കാണാൻ കഴിയും, സൈക്കിളിൽ വരുന്ന ഒരു സാധാരണക്കാരനായ പാവപ്പെട്ട മനുഷ്യനോട് തെമ്മാടികളായ ചില റോഡിൽ വൃത്തികേട് കാണിക്കുന്ന ചില ചട്ടമ്പിമാർ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്ന, സൈക്കിളിലാണോടെ നടക്കുന്നത് എന്ന് ചില സിനിമകളിൽ ചോദിക്കുന്നത് പോലെ, നീ ഈ ലോകത്ത് നീ ജീവിക്കേണ്ടുന്നവരല്ല ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം, അതുകൊണ്ട് നീ നശിക്കേണ്ടിയിരിക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം അവർക്ക് അനിവാര്യമാണ്, അവരുടെ രാഷ്ട്രത്തിന് ഇറാന് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമ്പുഷ്ടീകരണം നടത്തുമ്പോൾ നിങ്ങൾ സമ്പുഷ്ടീകരണം നടത്തേണ്ട ആവശ്യമില്ല, അതിനെതിരായിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാഷ്ട്രത്തിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് യാതൊരുവിധമായ പ്രകോപനവുമില്ലാതെ ആ രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് സയനിസ്റ്റ് ശക്തിയായിട്ടുള്ള തെമ്മാടി രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത്. എന്നാൽ വളരെ സമാധാനപരമായിട്ട് മറ്റ് രാഷ്ട്രങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്താണ് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ തെമ്മാടി രാഷ്ട്രമായ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രം വീണ്ടും വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രം തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം നമുക്കിവിടങ്ങളിൽ തന്നെ കാണാൻ കഴിയും, ചട്ടമ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കഠാര കരുതിക്കൊണ്ട് ആരും എന്നോട് അടുക്കരുത് എന്ന് പറയുന്നത് പോലെ, ഒരു കമല ചട്ടമ്പിയെ പോലെ ലോകത്ത് ഞങ്ങളാണ് വലുത് എന്ന് പറഞ്ഞ് ഞങ്ങളില്ലാതെ ലോകമില്ല എന്ന് പറയുന്ന ഈ സയനിസ്റ്റ് രാഷ്ട്രത്തോട് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു ചെറു രാഷ്ട്രമാണ്. നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിനോട് പോലും കിടപിടിക്കാൻ കഴിയാത്ത, യാതൊരുവിധമായ സാങ്കേതിക വിദ്യയുമില്ലാത്ത ഇറാനോടാണ് കളിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാം അവസാനിപ്പിക്കണം, എന്നിട്ട് ഞങ്ങളുടെ കാൽക്കീഴിൽ നിങ്ങൾ വരണം എന്നാണ് ഇസ്രായേൽ ഇന്നും ആവശ്യപ്പെടുന്നത്. പക്ഷേ അതനുസരിച്ച് ഇറാൻ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ
ഏറ്റവും വലിയ ഭീകര സംഘടന എന്ന് പറയുന്നത് RSS ആണ് എന്നതുപോലെ തന്നെയാണ് ലോകത്തെ RSS എന്ന് പറയുന്ന ഭീകര സംഘടന എന്നതുപോലെ തന്നെയാണ് ആരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റയാൻ പട്ടാളം. ഈ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ മാത്രം ലോകത്ത് മതി, ഞങ്ങൾ പറയുന്നത് പോലെ എല്ലാ രാഷ്ട്രങ്ങളും അനുസരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളെ അനുസരിക്കണം എന്ന് പറയുന്ന ഇസ്രായേലാണ്. നമുക്കറിയാം ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രം, ഫലസ്തീൻ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രം എന്ന് പറയുമ്പോൾ അത് പതിറ്റാണ്ടുകളായിട്ട് ഈ രാഷ്ട്രത്തിനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസാര സാഹചര്യത്തിൽ പോലും ഏകദേശം 123 വരുന്ന പിഞ്ചു കുട്ടികളടക്കമുള്ള വയോധികരടക്കമുള്ള ഫലസ്തീനികളെ വെടിവെച്ച് വീഴ്ത്തുന്ന കാഴ്ച നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപ് യാതൊരുവിധമായ പ്രകോപനവുമില്ലാതെ കണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിന്നിരുന്ന 350 വരുന്ന ഫലസ്തീനികളെയാണ് അവർ വെടിവെച്ചിട്ടിരിക്കുന്നത്. എന്നിട്ടും മറ്റ് രാഷ്ട്രങ്ങൾ, നമ്മുടെ ഇന്ത്യ രാഷ്ട്രം വരെ പറയുന്നത് എന്താണ്? നിങ്ങൾ സമാധാനത്തിന്റെ പാതയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. ആരാണ് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായ RSSന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് പറയുന്നത്. ഇറാനോട് പറയുന്നു നിങ്ങൾ പിന്മാറണമെന്ന്. ഒപ്പം തന്നെ ലോക പോലീസ് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കയും പറയുന്ന എന്താണ്? നിങ്ങൾ മാറി നിൽക്കണം. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മാറി നിൽക്കണമെന്നാണ് ലോക പോലീസായ അമേരിക്കയും പറയുന്നത്. രാഷ്ട്രങ്ങൾ ഇത്തരം പ്രവൃത്തികൾ എന്ന് പറയുന്നത് തികച്ചും ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. ഞാൻ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ. ഈ ഇറാനോട് ഐക്യദാർഢ്യം ഈ രാജ്യത്തുള്ള SDPIക്കാർ എല്ലാവരും തന്നെയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ആ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനിവിടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും പാർട്ടിയുടെ 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ.